KC പിന്തുണയുമായി കാന്തപുരം വിഭാഗം. മുഖ്യമന്ത്രി പദത്തിലേക്ക് KC വരുന്നതിൽ തെറ്റില്ലെന്നും ദേശീയ തലത്തിൽ പാർട്ടിയെ നയിക്കുന്ന നേതാവാണ് അദ്ദേഹമെന്നും കാന്തപുരത്തിന്റെ മകൻ അബ്ദുൾ ഹക്കീം ഹസ്കരി പ്രതികരിച്ചു. KC വേണുഗോപാലിന് പിന്തുണ അറിയിച്ചുകൊണ്ട് കാന്തപുരം വിഭാഗം ഹൈക്കമാൻഡിന് കത്തയച്ചെന്നും അദ്ദേഹം പറഞ്ഞു. MLA അല്ലാതെ AK ആന്റണി ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയായിട്ടുണ്ടെന്നും ഹക്കീം ഹസ്കരി വ്യക്തമാക്കി. നേരത്തെ കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ MLA മാരുടെ പിന്തുണ രേഖപ്പെടുത്തിയ രേഖയുടെ ചിത്രം പുറത്തുവിട്ടിരുന്നു. AICC നിരീക്ഷകരുടെ കയ്യിലുണ്ടായിരുന്ന രേഖകളുടെ ചിത്രമാണ് പുറത്തുവിട്ടത്. മുഖ്യമന്ത്രി ചർച്ചയിൽ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നുവെന്നാണ് പുറത്തുവന്ന രേഖകളിലുള്ളത്. കോടതി പരിസരത്ത് നിന്ന് പോലീസിനെ കബളിപ്പിച്ച് മുങ്ങിയ പ്രതി പിടിയിൽ. മാനന്തവാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതി രണ്ടേനാൽ കാരക്കുനി ചെറുവയൽ ഉന്നതി ബാബുവിനെയാണ് പിടികൂടിയത്. ഏപ്രിൽ 13-നാണ് ഇയാൾ മാനന്തവാടി കോടതി പരിസരത്ത് നിന്നും രക്ഷപ്പെട്ടത്. തുടർന്ന് ഒളിവിൽ പോവുകയായിരുന്നു. അന്നു മുതൽ ബാബുവിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ഇയാളുടെ ഉന്നതിയിൽ തന്നെയുള്ള അനിയന്റെ വീട്ടിൽ ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടെയാണ് പ്രതിയെ വീണ്ടും പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു. വിവാഹ സൽക്കാരത്തിനിടെ കൂട്ടത്തല്ല്. ഭക്ഷണം വിളമ്പുന്നതിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ വരന്റെ സഹോദരി, ഭർത്താവ് ഉൾപ്പെടെയുള്ള 10ഓളം പേർക്ക് മർദ്ദനം. കാറ്ററിംഗ് തൊഴിലാളികളും കുടുംബാംഗങ്ങളും തമ്മിലാണ് അടിയുണ്ടായത്. വണ്ടിപ്പെരിയാർ ഗ്രാമ്പ്യ സ്വദേശികളുടെ വിവാഹ ചടങ്ങിനിടെയാണ് സംഭവം. വിവാഹം കഴിഞ്ഞ ശേഷം വിരുന്നുകാരുടെ സൽക്കാരത്തിലായിരുന്നു ബന്ധുക്കാരും മറ്റും. ഏറ്റവും അവസാന ഭാഗത്താണ് വരന്റെ സഹോദരിയും ഭർത്താവും ഉൾപ്പെടെയുള്ള ആളുകൾ ഭക്ഷണം കഴിക്കാൻ എത്തിയത്. ഈ സമയം ടേബിളും മറ്റും വൃത്തിയാക്കിക്കൊണ്ടിരുന്ന കാറ്ററിംഗ് തൊഴിലാളികൾ ഇവർ ഇരുന്ന കസേരയിൽ ഭക്ഷണം വിളമ്പാൻ കഴിയില്ല എന്ന് പറഞ്ഞു. തുടർന്നുണ്ടായ തർക്കമാണ് അടിയിൽ കലാശിച്ചത്. സ്ത്രീകൾ ഉൾപ്പെടെ 10ഓളം ആളുകൾക്കാണ് പരിക്കേറ്റത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പുസ്തകം പ്രഖ്യാപിച്ച് PV അൻവർ. പിണറായിസത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ എന്ന പേരിലാണ് പുസ്തകം. ഉദ്യോഗജനകമായതും ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുമായ സംഭവ പരമ്പരകളെ പുസ്തകമായി അവതരിപ്പിക്കാനുള്ള ശ്രമം പുനരാരംഭിച്ചിട്ടുണ്ടെന്നും അത് വൈകാതെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും PV അൻവർ പറഞ്ഞു. ഫേസ്ബുക്കിലൂടെയാണ് അൻവർ പുസ്തകം പ്രഖ്യാപിച്ചത്. വിജയുടെ ഭൂരിപക്ഷം ഉറപ്പായില്ലെന്ന് ലോക്ഭവൻ. നാളത്തെ സത്യപ്രതിജ്ഞയിൽ അനിശ്ചിതത്വം. ഇപ്പോൾ 116 പേരുടെ മാത്രമേ പിന്തുണയ്ക്ക് കിട്ടിയിട്ടുള്ളൂ. ഭൂരിപക്ഷം ഉറപ്പിക്കണമെന്നും അതില്ലാതെ സത്യപ്രതിജ്ഞ അനുവദിക്കില്ലെന്നും ഗവർണർ അറിയിച്ചു. ഗവർണർക്ക് ബോധ്യപ്പെട്ടില്ലെന്ന് ലോക്ഭവൻ വൃത്തങ്ങൾ പറഞ്ഞു. വിജയെ ക്ഷണിക്കാവുന്ന സാഹചര്യമായിട്ടില്ല എന്നും ലോക്ഭവൻ പറഞ്ഞു. എന്നാൽ പ്രശ്നപരിഹാരത്തിന് തീവ്ര ശ്രമം നടക്കുകയാണ്.